ഇന്ന് നാം ധ്യാനിക്കാനിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിന്റെ അവസാനം വരെ ധ്യാനിച്ച് നിർത്തുകയുണ്ടായി. 7-ാം അധ്യായത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞോളട്ടെ. 7-ാം അധ്യായം ദൈവദാസന്മാരുടെ അഭിപ്രായത്തിൽ ഒരു പാരന്തസിസ് ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഈ 2 അധ്യായങ്ങളുടെ മധ്യത്തിൽ ഇടയ്ക്ക് ചേർന്ന് വന്ന ഒരു അധ്യായമാണ് 7-ാം അധ്യായമെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ ചിന്തിപ്പാനുള്ള കാരണം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. 6-ാമത്തെ മുദ്ര പൊട്ടിച്ച ശേഷം 7-ാമത്തെ മുദ്രയാണ് പൊട്ടിക്കേണ്ടത്. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി. അപ്പോൾ 6-ാം മുദ്ര പൊട്ടിക്കുകയും 7-ാം മുദ്ര പൊട്ടിക്കുകയും ചെയ്യുന്നതിന്റെ മധ്യത്തിൽ ഈ 7-ാമത്തെ അധ്യായം ചേർക്കപ്പെട്ട അല്ലെങ്കിൽ പാരന്തറ്റിക്കൽ പോർഷൻ ആണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ ദൈവം അത് ചേർത്തതിന്റെ ഒരു കാരണമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അതായത് 6-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. എന്താണ് ആ ചോദ്യം? അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന്റെ മറുപടി 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 2 കൂട്ടം ആളുകളെ 7-ാം അധ്യായത്തിൽ അതിന്റെ മറുപടിയായിട്ട് അവതരിപ്പിക്കുന്നു. ആദ്യം അവതരിപ്പിക്കുന്നത് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ട 1,44,000 പേരും 9-ാം വാക്യം തുടങ്ങി ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരത്തെക്കുറിച്ചും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന ചോദ്യത്തിന്റെ മറുപടി 2 കൂട്ടരെ 7-ാം അധ്യായത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തരികയാണ്. ഒന്ന്, ഇസ്രായേൽ മക്കളിൽ നിന്ന് ദൈവം മുദ്രയിട്ട് വേർതിരിച്ച 1,44,000 പേരും 9-ാം വാക്യം തുടങ്ങി സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ള ഒരു വലിയ സമൂഹത്തെയും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യം ഒന്ന് വായിക്കാം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശോർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമിയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൺ ഗോത്രത്തിൽ 12,000, യോസെഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ നിന്ന് മുദ്രയിട്ട് വേർതിരിച്ചവരാണ് ഈ മഹാകോപ ദിവസത്തിൽ നിൽക്കുവാൻ കഴിയുന്നവരെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. നമുക്ക് 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യം അനേക സത്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഭാഗമാണ്. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റ് പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്ന ഞാൻ കണ്ടു. മനുഷ്യ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ഒരു സംഭവം ദൈവം വെളിപ്പെടുത്തി തരികയാണ്. നാം ജീവിക്കുന്ന ലോകത്തിന്റെ 4 കോണിൽ കാറ്റുകളെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന 4 ദൂതന്മാർ. ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അതിന്റെ ആശയം എന്താണ്? നാം ജീവിക്കുന്ന ഈ ലോകത്തെ ദൂതന്മാർക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല. നാം തിരുവചനം പഠിക്കുമ്പോൾ ഭാവി ലോകം, ദ ഏജ് ടു കം, വരുവാനുള്ള യുഗം, സഹസ്രാബ്ദ വാഴ്ച, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവും അവനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനവും നേരിട്ട് ഭരണം നടത്തുന്നു, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. എന്നാൽ ഇന്നത് സംഭവിക്കുന്നില്ല. എന്നാൽ ഇന്ന് തിരശ്ശീലയ്ക്ക് പിറകിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിന്റെ പിറകിൽ നമുക്ക് കാണുവാൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. ദൂതന്മാർ നമ്മുടെ ജീവിതത്തിന്റെ ബാഹ്യഭാഗങ്ങളിൽ കാണാൻ വയ്യാത്ത ഭാഗങ്ങളെ വാസ്തവത്തിൽ ദൂതന്മാർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതാണ് കണ്ടത്. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൂതന്മാരുടെ ശുശ്രൂഷ ആവർത്തിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് 8-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാഹളം പിടിച്ചുകൊണ്ട് 7 ദൂതന്മാർ നിൽക്കുകയാണ്. ഈ 7 ദൂതന്മാർ ഓരോരുത്തർ ഊതുമ്പോൾ ഈ ഭൂമിയിൽ അതിന്റെ ന്യായവിധി നടക്കുകയാണ്.
സ്വർഗത്തിലൊരു സംഭവം ദൂതന്മാരിൽ കൂടെ നടക്കുന്നു, ഭൂമിയിൽ അതിന്റെ ഭയങ്കരമായ ന്യായവിധി നടത്തുന്നു. 14-ാം അധ്യായത്തിന്റെ 17-18 വാക്യം വായിക്കുമ്പോൾ ഭൂമിയിൽ ന്യായവിധി നടത്തുവാൻ മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതനെ കുറിച്ച് വായിക്കുന്നു. ദൈവം അത് കാണിച്ചു തരികയാണ്. 14-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ. 16-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ജലാധിപതിയായ ദൂതൻ. 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, തീ കൊണ്ട് മനുഷ്യരെ കൊല്ലുവാൻ തക്കവണ്ണം സൂര്യന് ശക്തി കൊടുക്കുന്ന ദൂതൻ. 19-17 സൂര്യന് നിൽക്കുന്ന ദൂതൻ ഉറക്കെ വിളിച്ച് പറയുന്നതായിട്ട് വായിക്കുന്നു. ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. വളരെ വ്യക്തമായിട്ട് ദൈവജനത്തിൽ ഈ വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. ഭൂമിയിൽ ന്യായവിധി നടത്തുവാൻ മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചുകൊണ്ടൊരു ദൂതൻ നിൽക്കുന്നു. തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, ജലാധിപതിയായ ദൂതൻ, വായുവിന്റെ മേൽ അധികാരമുള്ള ദൂതൻ, സൂര്യന് ശക്തി കൊടുക്കുവാനുള്ള ദൂതൻ. നോക്കുക, ഇങ്ങനെ മനുഷ്യൻ വസിക്കുന്ന ഈ ഭൂമിയിൽ പ്രപഞ്ച ശക്തികളെയും മറ്റും നിയന്ത്രിക്കുന്ന ദൂതന്മാരെ വളരെ വ്യക്തമായിട്ട് ബൈബിൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എബ്രായലേഖന കർത്താവ് എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയത്, ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ലോകത്തിൽ നിന്ന് ഒരുപാട് കൊടുങ്കാറ്റുകളും അനേകവിധമായ ഈ സംഭവങ്ങളും നടക്കുമ്പോൾ ദൈവത്തിൽ വെളിച്ചത്തിൽ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, അത് അവിചാരിത സംഭവമല്ല. കാറ്റുകളെ അടുപ്പിക്കുന്നതും അടുപ്പിക്കാതിരിക്കുന്നതും ദൈവമാണ്. നോക്കുക, ഇതിനെ നിയന്ത്രിക്കുന്ന ദൂതന്മാർ ഇതിന്റെ പുറകിൽ ഉണ്ടെന്ന് ദൈവം തന്നെ ജനത്തിന് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മൾ ഈ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം അതാണ്. പീഡന കാലഘട്ടത്തിൽ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച കാറ്റിന്റെ മേൽ അധികാരമുള്ള 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിൽ കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. വീണ്ടും വചനത്തിലേക്ക് നമുക്ക് ഇറങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ വായിക്കാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ കാറ്റടിപ്പിക്കുന്നു, ഉണക്കുന്നു, നദിയെ വറ്റിക്കുന്നു, സമുദ്രത്തെ അവൻ വറ്റിച്ച് നദി ആക്കി തീർക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഒന്നൊന്നായി അധികാരത്തിൽ വരുന്നതും മാറിപ്പോകുന്നതും തിരുവചനത്തിൽ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. മഹാസമുദ്രത്തിന് മേൽ 4 കോണിൽ നിന്നും കാറ്റടിപ്പിച്ചപ്പോൾ തമ്മിൽ ഭേദിച്ച 4 മൃഗങ്ങൾ കയറി വരുന്നതായിട്ട് വായിക്കുന്നു. അതൊക്കെ ഈ ലോകത്തിൽ ദൈവം കാണിച്ചു തരികയാണ്. ഇതിന്റെ പുറകിലൊക്കെ മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന ഈ ലോകത്തിലും നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവദൂതന്മാരുടെ ശുശ്രൂഷ നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് സുരക്ഷിതമായി ഈ ഭൂമിയിൽ വാസ്തവത്തിൽ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ സാത്താൻ അധികാരമുള്ള, അവൻ ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന സാത്താൻ ഈ ലോകത്തെ ഒരിക്കലും നമുക്ക് വാസയോഗ്യമല്ലാതെ തകർത്ത് തരിപ്പണമാക്കിയനെ. എന്നാൽ ദൈവദൂതന്മാർ ഇതിന്റെ പുറകിൽ നമുക്ക് വേണ്ടി വാസയോഗ്യമാക്കി കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ സോദോം ഗൊമോറ നശിപ്പിക്കുന്ന ആ സമയത്തോടുള്ള ബന്ധത്തിലും ദൂതന്മാർ അവിടെ ഇറങ്ങി വന്ന് സംസാരിക്കുന്നതും, നീ ഇവിടെ നിന്ന് പോകുവോളം ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ലോത്തിനോട് പറയുന്നതൊക്കെ നോക്കുമ്പോൾ ആ പട്ടണത്തെ തീയിറക്കി ദഹിപ്പിക്കുന്നതിന്റെ ഒക്കെ പുറകിൽ ദൈവദൂതന്മാരുടെ കരമുണ്ടെന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക പ്രിയ കേൾവിക്കാർ, ഈ ലോകത്തിലെ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും സൈക്ലോണുകളും ഇങ്ങനെയുള്ള പല പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളൊക്കെ എന്തുകൊണ്ടെന്ന് നമുക്ക് പല ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവജനത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ അപ്രീതി ഇതൊക്കെ സംഭവിക്കുവാനായിട്ട് ഇടയാക്കുന്നുവെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഈ ദൂതന്മാരുള്ള ബന്ധത്തിൽ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 കോണിൽ നിൽക്കുന്ന ദൂതന്മാരോട് പറയുന്നത് എന്താണ്? 2-ാം വാക്യത്തിൽ, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കെന്ന് കയറുന്നത് കണ്ടു. ഈ ദൂതൻ വാസ്തവത്തിൽ ഈ 4 കാറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാരോട് പറയുന്നത്, ഈ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവോളം നിങ്ങൾ ഭൂമിക്ക് സമുദ്രത്തിനും കേട് വരുത്തരുതെന്ന് പറയുമ്പോൾ 2-ാം വാക്യത്തിൽ യോഹന്നാൻ കാണുന്നു ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി, നോക്കുക, ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് മറ്റൊരു ദൂതൻ കയറി വരുന്നതായിട്ട് വായിക്കുന്നു. അവിടെ ആ പ്രയോഗം ശ്രദ്ധിച്ചാട്ടെ, ജീവനുള്ള ദൈവത്തിന്റെ, ദ ലിവിംഗ് ഗാഡ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ ദൈവങ്ങളൊക്കെ ചത്ത ദൈവങ്ങളാണ്. യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 17 വരെ വായിക്കുമ്പോൾ ജാതികൾ മരിച്ച ദൈവത്തെയും അവരുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദൈവത്തെയും ആരാധിക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. എന്നാൽ നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ള ദൈവം മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും ദാതാവാണ്, സൃഷ്ടാവാണവൻ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പേര് പറയുന്നു ജീവനുള്ള ദൈവം എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 42-ാം സങ്കീർത്തനം 2-ാം വാക്യം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 7 മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ
ദൈവം അവനെ മണ്ണുകൊണ്ട് മെടഞ്ഞിട്ട് അവനെന്റെ മൂക്കില് ദൈവത്തിന്റെ ജീവശ്വാസം ഊതി. നോക്കുക, ദൈവത്തിന്റെ ജീവന്റെ ഒരു അംശം ദൈവത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറുകയാണ്. ഒരു ജീവനുള്ള ദൈവത്തിന് മാത്രമേ ആ വിധത്തിൽ ജീവൻ പകർന്നു നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഇവിടെ രേഖപ്പെടുത്തിയ വാക്ക് നോക്കുക, ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കയറി വരുന്നു. ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ ഓർപ്പിക്കുന്ന ഒരു പദമുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കൽ ജനമല്ലാത്തവരായിരുന്നു, ഇന്ന് കരുണ ലഭിച്ചവരാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്ന് ഹോശേയ 1:10 വായിക്കുന്നു. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. നമ്മെ സംബന്ധിച്ചും പത്രോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 1 പത്രോസ് 2:10 മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. നമുക്ക് ലഭിച്ച വലിയ പദവി നമ്മൾ ഓർക്കുക. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മക്കളായി മാറുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ ജീവനുള്ള ദൈവം നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതി നമുക്ക് ജീവൻ പകർന്ന ദൈവമാണ്. സകല ജീവന്റെയും ഉറവിടം അവനിൽ നിന്നാണ്. അവനാണ് ജീവന്റെ ദാതാവ്. എന്നാൽ ഇവിടെ വായിക്കുന്ന ശ്രദ്ധിക്കുക, ഈ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് ഈ ദൂതൻ കയറി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാട്ടെ, അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുകയാണ്. ഇവിടെ ശ്രദ്ധേയമായി പഠിക്കേണ്ട 1-2 വിഷയമുണ്ട്. ഒന്ന്, എന്തിനാണ് ദൈവം ഈ സമയത്ത് ഇങ്ങനെ മുദ്ര കൊടുക്കുന്നത്? നാം വളരെ വ്യക്തമായി 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ മഹാകോപ ദിവസം വന്നു. സഭാ കാലയളവ് കഴിഞ്ഞ് ദൈവസഭയുടെ നിന്ന് മാറ്റപ്പെട്ട് മഹാപീഡന കാലഘട്ടം, ആർക്കും നിൽപ്പാൻ കഴിയാത്തൊരു കാലഘട്ടം, ഈ ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുന്ന ഒരു കാലഘട്ടം, ദൈവത്തിന്റെ ക്രോധം ചൊരിയുന്ന ഒരു കാലഘട്ടം, അവരുടെ മഹാകോപ ദിവസം വന്നു. അന്ന് ദൈവം ചില വ്യക്തികളെ യഹൂദ ഗോത്രത്തിൽ നിന്ന് മുദ്രയിട്ട് ദൈവം വേർതിരിക്കുകയാണ്. എന്തിനാണ് ദൈവം അങ്ങനെ മുദ്രയിട്ട് വേർതിരിക്കുന്നത്? നോക്കുക, നമുക്ക് തിരുവചനത്തിൽ തന്നെ ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായം നമുക്കൊന്ന് എടുത്തു നോക്കാം. തിരുവചനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഈ പരാമർശം നമ്മൾ കാണുന്നുണ്ട്. നോക്കുക, 9-ാം അധ്യായത്തിന്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. വായനയിൽ തന്നെ നമുക്കത് മനസ്സിലാകും. അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മറ്റവരോട് ഞാൻ കേൾക്കെ അവൻ, നിങ്ങൾ അവന്റെ പിന്നാലെ നഗരത്തിൽ കൂടെ ചെന്ന് വെട്ടുവീൻ. നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ. എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തുടരുത്, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ആലയത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ഇടയിൽ തുടങ്ങി. അവരവരോട്, നിങ്ങൾ ആലയത്തെ അശുദ്ധമാക്കി പ്രാകാരങ്ങളെ നിഹിതന്മാരെ കൊണ്ട് നിറപ്പേൻ, പുറപ്പെടുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു, നഗരത്തിൽ സംഹാരം നടത്തി. അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. നോക്കുക, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇസ്രയേൽ മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുന്നു. ഈ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും ഹൃദയം തകർന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരയുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ദൈവം ന്യായവിധി നടത്താൻ പോയപ്പോൾ അവർക്ക് അടയാളം കൊടുക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ദൈവം ന്യായവിധി നടത്തിയപ്പോൾ ദൈവം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നാതെ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും എല്ലാം കൊല്ലുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ദൈവം പറഞ്ഞ എന്താണ്? ഇങ്ങനെ നിങ്ങൾ അവരെ വെട്ടിവീഴ്ത്തുമ്പോൾ അടയാളമുള്ള ഒരുത്തനെയും തുടരുത് എന്ന് കൽപ്പിച്ചു. ദൈവം ന്യായവിധി നടത്തിയപ്പോൾ ഈ അടയാളമുള്ള ഒരുത്തനെയും കൊന്നുകളയാതെ പ്രത്യേകങ്ങളോടെ പ്രിസർവ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് ഹാബേലിനെ കായീൻ കൊന്ന ശേഷം ദൈവം കായീനെ ഒരു മുദ്ര കൊടുക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് എന്താണ്? കായീനെ കൊല്ലാതിരിപ്പാൻ അവന്റെ നെറ്റിയിൽ ഒരു അടയാളം കൊടുത്തു. ഇവിടെ നോക്കുക, പീഡന കാലഘട്ടത്തിൽ അന്തിക്രിസ്തുവിന്റെ തേർവാഴ്ചയാണ്. അനേകരെ കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടം. അവന്റെ പടയാളികള്, അവന്റെ ആളുകള്, ദൈവജനത്തെ അനുസരിക്കുന്നവരെ, യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നൽകുന്നവരെ കൊന്നുകളയുവാൻ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുക, ദൈവം ഇതിന്റെ മധ്യത്തിൽ ഒരു കൂട്ടം ആളുകളെ മുദ്രയിട്ട് വേർതിരിക്കുന്നതിന്റെ അർത്ഥം ദൈവം അവരെ പ്രിസർവ് ചെയ്യുന്നു. അവരെ അന്തിക്രിസ്തുവിന് കൊല്ലുവാൻ സാധ്യമല്ല. അവർ കൊല്ലപ്പെടാതെ ദൈവം അവർക്ക് കൊടുത്ത ശുശ്രൂഷ തികച്ച് നമ്മൾ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ അവര് സിയോൻ മലയിൽ കർത്താവിനോടുകൂടെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഈ ഇസ്രായേൽ മക്കൾ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുദ്രയിട്ട് വേർതിരിക്കുന്നവരെ
നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ക്രിസ്തീയ സമൂഹത്തിൽ ഒരുപാട് പേര് ഈ വേദഭാഗങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പലരും അവകാശപ്പെടുന്നു ഈ 144,000 പേരിൽ ഞങ്ങളും ഉൾപ്പെടുവാൻ വേണ്ടി അവർ തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നു. നോക്കുക, ഈ 144,000 പേരില് ഞങ്ങളെ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ഞങ്ങളിലുള്ള ചിലർ അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു എന്ന് അവകാശപ്പെടുമ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇത് ഇസ്രായേൽ മക്കളിൽ നിന്ന് മുദ്രയിട്ട് വേർതിരിക്കുന്നവരാ, ദൈവസഭയുടെ അംഗങ്ങളെ അല്ല. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ദാസന്മാരായി വർത്തിച്ചിരുന്ന സകല ദൈവദാസന്മാരും മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ഇവിടെ തന്റെ പ്രവൃത്തി തുടരുവാൻ പീഡന കാലഘട്ടത്തിൽ ഒരു സമൂഹത്തെ ദൈവം വേർതിരിക്കുന്നു. ആ വേർതിരിക്കുന്നവരെ ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിൽ നിന്നാണ്. അവരുടെ മധ്യത്തിൽ നിന്ന് 1,44,000 പേരെ ദൈവം വേർതിരിച്ചു മാറ്റുന്നു. ഇവിടെ അനേക പഠനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, ഇന്നൊരു യഹൂദൻ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവൻ ദൈവസഭയുടെ അംഗമാണ്. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല. 1 കൊരിന്ത്യർ 12:13 നമ്മൾ വായിക്കുന്നു, യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇന്ന് വ്യത്യാസമില്ല. ഇന്ന് രക്ഷിക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഏത് വ്യക്തിയും രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമാകുന്നു. അവന് യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല. എന്നാൽ ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ദൈവം വീണ്ടും യഹൂദന്മാരോട് ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് ദൈവസഭ മാറ്റപ്പെട്ട ശേഷം എന്റെ ദാസന്മാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ നിന്ന് 1,44,000 പേരെ ദൈവം മുദ്രയിട്ട് വേർതിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ദൈവം തന്റെ നാമത്തിനായ ജാതികളിൽ നിന്നൊരു ജനത്തെ എടുത്തുകൊള്ളാൻ കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ എന്ന് വായിക്കുന്നു. അതിന്റെ ശേഷം വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ ഞാൻ പണിയും. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച ശേഷം ഇസ്രായേൽ മക്കളോട് ഞാൻ ഇടപെടും, അവരെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണ് ദൈവദാസന്മാരെന്ന് മുദ്ര കൊടുത്തുകൊണ്ട് ഈ ഇസ്രായേൽ മക്കളിൽ നിന്നൊരു സമൂഹത്തെ ദൈവം വേർതിരിക്കുന്നത്. ഇനി നമുക്കിവിടെ മറ്റൊരു പഠനമുണ്ട്. ഏതെല്ലാം ഗോത്രത്തിൽ നിന്ന് മുദ്രയിട്ട് വേർതിരിച്ചു എന്നുള്ളത് ഒരു വിശദീകരണം ദൈവം കൊടുത്തു. എന്തിനാ ദൈവം അത്രയും വിശദീകരണം കൊടുത്തത്? അവിടെ മനോഹരമായൊരു പഠനമുണ്ട്. നോക്കുക, നമ്മൾ ഇസ്രായേൽ മക്കളുടെ നമുക്കറിയാം 12 ഗോത്രങ്ങളാണ്. ഈ 12 ഗോത്രങ്ങളുടെ ലിസ്റ്റ് കിട്ടുവാനായിട്ട് 2 പ്രധാനപ്പെട്ട വേദഭാഗമുണ്ട്. സംഖ്യാപുസ്തകം 34-ാം അധ്യായം 18 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 34-ന്റെ 18 തൊട്ട് 28 വരെ വായിക്കുമ്പോൾ 10 ഗോത്രങ്ങളുടെ പേര് അവിടെ കിട്ടുന്നുണ്ട്. ഞാനത് വേഗത്തിൽ പറഞ്ഞു പോകാം. യഹൂദ ഗോത്രം, ശിമിയോൻ ഗോത്രം, ബെന്യാമീൻ ഗോത്രം, ദാൻ ഗോത്രം, മനശ്ശെ ഗോത്രം, എഫ്രായിം ഗോത്രം, സെബുലൂൻ ഗോത്രം, ഇസ്സാഖാർ ഗോത്രം, ആശേർ ഗോത്രം, നഫ്താലി ഗോത്രം. 10 ആയിട്ടുള്ളൂ. 1 ദിനവൃത്താന്തം 12-ന്റെ 24 തൊട്ട് 37 വരെയുള്ള വാക്യം വായിച്ചാൽ 2 ഗോത്രങ്ങളെ കൂടുതൽ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ 12 ആവുന്നു. 1 ദിനവൃത്താന്തം 12-ന്റെ 24 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ രൂബേൻ ഗോത്രവും ഗാദ് ഗോത്രവും കൂടെ അവിടെ ചേരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ സംഖ്യ, അവരുടെ ഗോത്രങ്ങളുടെ എണ്ണം 12 ഗോത്രങ്ങളാണ്. എന്നാൽ ഇവിടെ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയേറ്റ 144,000 പേർ. എന്നിട്ട് ഓരോ ഗോത്രത്തിന്റെ പേര് അവിടെ എടുത്തു പറഞ്ഞു. ഈ ഗോത്രങ്ങളുടെ പേര് നോക്കുമ്പോൾ ദൈവം ഇവിടെ 2 ഗോത്രത്തിന്റെ പേര് മാറ്റിക്കളഞ്ഞു. പക്ഷെ ഇവിടെ 12 ഉണ്ടല്ലോ, 12 ഉണ്ട്. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ലിസ്റ്റ് കൊടുത്തതിൽ ഒറിജിനൽ ലിസ്റ്റിലുള്ള 2 ഗോത്രത്തിന്റെ പേരില്ല. 2 ഗോത്രങ്ങളുടെ പേരില്ല. ഏതൊക്കെ ഗോത്രത്തിന്റെയാണ് പേരില്ലാത്തത്? അവിടെ നോക്കിയാല് ദാൻ ഗോത്രത്തിന്റെ പേരുമില്ല, എഫ്രായിം ഗോത്രത്തിന്റെ പേരുമില്ല. വായിച്ചേ, ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ പറയുന്നില്ല. ദാൻ ഗോത്രം എഫ്രായിം ഗോത്രവുമില്ല. പിന്നെങ്ങനെയാ 12 വന്നത്? അവിടെ ലേവി ഗോത്രം എന്നും പറഞ്ഞ് അവരെ ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിരുന്നില്ല. ലേവി ഗോത്രത്തിന്റെ പേരും 8-ാം വാക്യത്തിൽ യോസേഫ് ഗോത്രം എന്നും പറഞ്ഞൊരു ഗോത്രം എണ്ണിയിട്ടുണ്ട്. യോസേഫിന്റെ 2 മക്കള് എഫ്രായിം, മനശ്ശെയും. ആ 2 ഗോത്രങ്ങളെയാണ് എണ്ണിയിരുന്നത്, യോസേഫിനെ എണ്ണിയിരുന്നില്ല. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ദൈവം ഇതിങ്ങനെ ചെയ്തത്? ദാൻ ഗോത്രത്തെയും എബ്രാഹിം ഗോത്രത്തിന്റെ പേര് പറയാതെ ലേവി ഗോത്രത്തിന്റെ യോസേഫ് ഗോത്രത്തിന്റെയും പേര് പറഞ്ഞ് 1,44,000 പേരെ ഇവിടെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുക. ഇതൊരു പഠനമാണ്. ദൈവജനത്തിൽ ഒന്നും അവിചാരിതമായി സംഭവിക്കുന്നില്ല. നമുക്കതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് ഓടിച്ചു നോക്കാം. 1 രാജാക്കന്മാർ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ശലോമോന്റെ ശേഷം ഇസ്രായേൽ രാജ്യം 2ആയിട്ട് ഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ എന്നും യഹൂദ എന്നും പറഞ്ഞ് 2ആയിട്ട് മാറ്റപ്പെട്ടു. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് 10 ഗോത്രങ്ങൾ, ഇസ്രായേൽ എന്നും തെക്ക് ഭാഗത്ത് കിടക്കുന്ന 2 ഗോത്രങ്ങൾ യഹൂദയും ബെഞ്ചമിനും.
യഹൂദ ഗോത്രമെന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ രണ്ടായിട്ട് ശലോമോന്റെ മക്കളുടെ കാലത്ത് ഭാഗിക്കപ്പെട്ടു. വടക്ക് ഭാഗത്തുള്ളത് ജെരോബോവാമിന്റെ നേതൃത്വത്തിൽ രാജ്യത്വം നടത്തുമ്പോൾ, അതിന്റെ തെക്ക് ഭാഗത്തുള്ളത് രെഹോബാവിന്റെ രാജ്യത്വത്തില് ഭരണം നടക്കുകയാണ്. നോക്കുക, എന്നാൽ ഇസ്രായേൽ മക്കളുടെ ദേവാലയം കുടികൊള്ളുന്നത് ഈ യെരുശലേമിലാണ്. യഹൂദ ഗോത്രത്തിന് അവകാശമായി ലഭിച്ച സ്ഥലത്താണ്. ഞാൻ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ അതിലെ യെരുശലേമിന്റെ ഭാഗത്തൂടെ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഗൈഡ് പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഇത് യഹൂദയ്ക്ക് ഭാഗിച്ചു കൊടുത്ത ഭൂമിയാണെന്ന് പറയുന്നു. ശരിയാണ്, യെരുശലേമിന്റെ ഭാഗമൊക്കെ യഹൂദയ്ക്ക് കൊടുത്താണ്. നോക്കുക, ശലോമോന്റെ കാലശേഷം തന്റെ മക്കൾ രണ്ടായിട്ട് രാജ്യത്തെ ഭാഗിച്ചപ്പോൾ ഈ യഹൂദയ്ക്ക് കൊടുത്ത യെരുശലേമൊക്കെ തെക്ക് ഭാഗത്തുള്ള യഹൂദയുടെ കയ്യിലാണ്. എന്നാൽ മറുഭാഗത്ത് നമ്മൾ ഓർത്തതുപോലെ വടക്ക് ഭാഗത്ത് 10 ഗോത്രങ്ങളുണ്ട്. എന്നാൽ ഈ ഇസ്രായേൽ മക്കള് വർഷത്തിൽ 3 പ്രാവശ്യം യെരുശലേമിൽ ഒന്നിച്ചുകൂടും. അപ്പോൾ വടക്ക് ഭാഗത്തുള്ള രാജാവിന്റെ മനസ്സിലൊരു തോന്നല്, ജെരോബോവാമിന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി. വർഷത്തിൽ 3 പ്രാവശ്യം ഇവരൊക്കെ അവരുടെ സഹോദരന്മാരെ കാണാൻ യഹൂദയിൽ പോയി യെരുശലേമിൽ ആരാധിക്കാൻ പോകുമ്പോൾ അവരുടെ മനസ്സ് അവരോട് ചേർന്ന് ഒരുപക്ഷെ എന്റെ രാജ്യത്വത്തിന് ഇളക്കമുണ്ടാകും എന്നൊരു ധാരണയുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ യെരുശലേമിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിനെ ആരാധിപ്പാൻ ഞാൻ ഇവിടെ ദേവാലയം പണിയാം എന്ന് പറഞ്ഞ് താന് 2 സ്ഥലത്ത് വിഗ്രഹങ്ങളെ സ്ഥാപിച്ച്, കാളക്കുട്ടികളെ സ്ഥാപിച്ച് 2 ക്ഷേത്രം പണിത് കൊടുക്കുന്നു. ആ 2 ക്ഷേത്രം പണിത സ്ഥലം നമ്മൾ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് ദാനിലും മറ്റേത് ബഥേലിലാണ്. എഫ്രായിം ഗോത്രത്തിൽ ബഥേലിലുമാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഈ 2 ക്ഷേത്രങ്ങൾ പണിതത് ദാൻ ഗോത്രത്തിൽപ്പെട്ട ദാനിലും എഫ്രായിം ഗോത്രത്തിൽപ്പെട്ട ബഥേലിലുമാണ് ഈ 2 ക്ഷേത്രങ്ങൾ പണിയുന്നത്. എന്നാൽ ദൈവം ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം. ദൈവത്തിന്റെ ആക്ഷരികമായ നിവൃത്തികൾ ചെറുതെങ്കിലും വളരെ പ്രാധാന്യതയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തില് ദൈവം പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആവർത്തനം 29-ന്റെ-18 വാക്യം. 29-ന്റെ-18 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെയുള്ളവൻ ഈ ശാപജനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവും ഉള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എന്റെ ഹൃദയത്തിന്റെ കാഠിന്യപ്രകാരം നടന്നാലും എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീഷ്ണതയും ആ മനുഷ്യന്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവന്റെ മേൽ വരും. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവന്റെ നാമം മായ്ച്ചു കളയും. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല നിയമത്തിലെ സകല ശാപങ്ങൾക്കും തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറകളും നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും സോദോം ഗോമോര, ആദാം, സബയീം എന്ന പട്ടണങ്ങൾ മറിച്ചു കളഞ്ഞതുപോലെ വിതയും വിളവും ഇല്ലാതെയും പുല്ലുപോലെ മുളയ്ക്കാതെയും ഗന്ധവും ഉപ്പും കത്തിയിരിക്കുന്ന ദേശമൊക്കെയും കാണുമ്പോൾ യഹോവ ഈ ദേശത്തോട് ഇങ്ങനെ ചെയ്തത് എന്ത്, ഈ മഹാകോപാഗ്നിയിൽ കാരണമെന്തെന്ന് സകല ജാതികളും ചോദിക്കും. ഈ ന്യായവിധിയുടെ കാരണം എന്താണ്? അവിടെ നോക്കിയാട്ടെ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആരെങ്കിലും അതിന്റെ 16-ാം വാക്യം നോക്കിയാട്ടെ, അവരുടെ മ്ലേച്ഛതകളും അവരുടെ ഇടയിൽ മരവും കല്ലും വെള്ളിയും പൊന്നും കൊണ്ടുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ജാതികൾ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ ഇടയിലുള്ള ആരെങ്കിലും ഗോത്രങ്ങള് യഹോവയെ വിട്ടുമാറി വിഗ്രഹങ്ങളെ സേവിപ്പാൻ കടന്നുപോയാൽ, 20-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിലെ സകല ശാപങ്ങൾക്ക് തക്കവണ്ണം യഹോവ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും അവനെ ദോഷത്തിനായി വേർതിരിക്കും. ഏത് ഗോത്രമാണോ യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം വിഗ്രഹാരാധനയ്ക്ക് പ്രേരിതരായി തീരുന്നത്, ഈ വേദപുസ്തകത്തിൽ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ ദോഷങ്ങൾ അവരുടെ മേൽ വരാൻ ആ ഗോത്രത്തെ ദൈവം വേർതിരിക്കും. തിരുവചനത്തിൽ ദൈവത്തിന്റെ ക്രോധം ചൊരിയുന്ന കാലഘട്ടമാണ് മഹാകോപ ദിവസം. ആ മഹാകോപ ദിവസം ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ ദൈവം പ്രത്യേകം സൂക്ഷിക്കുമ്പോൾ ഈ തിരുവചനത്തിൽ വായിച്ചതുപോലെ ദാൻ ഗോത്രത്തിലെയും അതുപോലെ എഫ്രായിം ഗോത്രത്തെയും ദൈവം വേർതിരിക്കുന്നില്ല. അവരെ സമ്പൂർണമായ ദോഷത്തിന് വിട്ടുകൊടുത്തു. കാരണം അവർ ആ ഗോത്രങ്ങൾ വിഗ്രഹങ്ങളെ വെച്ച് ക്ഷേത്രം പണിയുവാനും നമസ്കരിപ്പാനും അനുവദിച്ച ഗോത്രങ്ങളാണ്. ആ വചനത്തിന്റെ നിവൃത്തിയാണ് വാസ്തവത്തിലൂടെ കാണുന്നത്. എന്നാൽ അതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഈ 7 വർഷത്തെ പീഡന കാലഘട്ടത്തിൽ
അവരെ ദൈവം വേർതിരിക്കുന്നില്ല, അവർ പീഡ അനുഭവിക്കുന്നു. എന്നാൽ അതിന്റെ ശേഷം എസെക്കിയേൽ പ്രവചനം 48 അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ഇസ്രായേലിന്റെ ഗോത്രങ്ങളുടെ പേരുകൾ പറയുമ്പോൾ വീണ്ടും ഇവരെ യഥാസ്ഥാനപ്പെടുത്തി ആ 12 ഗോത്രങ്ങളിൽ എഫ്രായിം, ദാനെയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ദോഷത്തിനായിട്ട് വേർതിരിക്കുമെന്ന് പറഞ്ഞു. ആ ദോഷത്തിനായിട്ട് വേർതിരിച്ച് അവിടെ ആ സംഭവങ്ങളെ ദൈവം ആ ഗോത്രത്തിൽ സമ്പൂർണ്ണമായി നടക്കുവാനായിട്ട് ഇടയാക്കി തീർക്കുന്നു. ദാൻ ഗോത്രം പലപ്പോഴും വിഗ്രഹാരാധനയ്ക്ക് തിരിഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ പുത്രന്മാരോട് യാക്കോബ് പറയുമ്പോൾ ദാൻ വഴിയിൽ ഒരു സർപ്പമാണെന്ന് പറയുന്നു. യെരമ്യാ പ്രവചനം 8:16 എന്നാൽ ഇതാ ഭീതി അവന്റെ കുതിരകളുടെ ചിറാലിപ്പിൽ ദാനിൽ നിന്ന് കേൾക്കുന്നു, അവന്റെ ആൺകുതിരകളുടെ മതഗർജനം കൊണ്ടും ദേശത്തിൽ അതിലുള്ള സകലത്തെയും നഗരത്തെയും അതിൽ വസിക്കുന്നവരെയും വിഴുങ്ങിക്കളയും. ഈ വേദഭാഗം യഹൂദ റബിമാരുടെ അഭിപ്രായത്തിൽ, യഹൂദ റബിമാർ വിശ്വസിക്കുന്ന അനുസരിച്ച് അന്തിക്രിസ്തു ദാൻ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് പറയാൻ കാരണം യെരമ്യാ 8:16. ഏതായാലും ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കി തരുന്നു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആശ്ചര്യമായി നിവർത്തിക്കും. പീഡന കാലഘട്ടത്തിൽ ഈ 2 ഗോത്രങ്ങളെ ദൈവം അതിൽ നിന്ന് ആരെയും വേർതിരിക്കാതെ സമ്പൂർണ്ണമായി ന്യായവിധിക്ക് വേർതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ആശ്ചര്യമായി നിവർത്തിക്കുന്നു എന്നുള്ളത് ദൈവം അവിടെ വെളിപ്പെടുത്തി തരുന്നു. ഇനി നമുക്ക് 9 വാക്യം തുടങ്ങി ശ്രദ്ധിക്കാം. നമ്മൾ 6 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ കണ്ടു, അവരുടെ മഹാകോപ ദിവസമെന്നും ആർക്ക് നിൽപ്പാൻ കഴിയും. നമ്മൾ ഇതുവരെ ചിന്തിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്ന് വേർതിരിക്കുന്ന 1,44,000 പേർ ദൈവം പ്രത്യേകം അവരെ സൂക്ഷിക്കുന്നു. എന്നാൽ 9 വാക്യം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചാൽ ജാതികളിൽ നിന്ന് വേർതിരിക്കുന്നവരെ കാണും. അതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ളനിലങ്കി ധരിച്ച കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു, ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തനോട് വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല, വെയിലും യാതൊരു ചൂടുവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവിടെ വലിയൊരു എണ്ണിക്കൂടാത്ത പുരുഷാരം സകല ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് ഇവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം 13 വാക്യം നോക്കിയാട്ടെ. 13 വാക്യത്തിൽ മൂപ്പന്മാരോട് തന്നോട് വെള്ളനിലയെങ്കി ധരിച്ച് ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ 14 വാക്യത്തിൽ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണെന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. 6 അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യമാണ്. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവജന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ട ഒരാത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. 6-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യത്തിൽ അവരെ പോലെ ഇനിയും കൊല്ലപ്പെടുവാനുള്ള ഒരു വലിയ സമൂഹമുണ്ട്. 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പീഡന കാലഘട്ടത്തിന്റെ ആദ്യ ഭാഗത്തിൽ മരിച്ചവരും 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പീഡനകാലത്തിന്റെ 2-ാം പകുതിയിൽ മരിച്ചവരുമാണെന്ന് കരുതുന്നതാണ് കൂടുതൽ ന്യായം. കാരണം അവിടെ വായിക്കുന്നു, ഈ 7-ാം അധ്യായത്തിൽ പറയുന്നവര് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 24-21 വാക്യത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം അല്ലെങ്കിൽ വലിയ കഷ്ടം ഉണ്ടാകും. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നാണ്, പീഡനകാലത്തിന്റെ 2-ാം പകുതിയിൽ നിന്ന് വന്നവരാണ്. വീണ്ടും ഇവിടെ ഓർക്കണം, ഇത് സഭയല്ല, ദൈവസഭയല്ല. ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച ശേഷം പീഡന കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7:14 നമ്മൾ വായിക്കുന്ന അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, അതിൽ വന്ന എന്നാൽ ഔട്ട് ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന സഭയെക്കുറിച്ച് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ഞാൻ ഭൂമിയിൽ വരുന്ന പരീക്ഷാകാലത്ത് നിന്നെ സൂക്ഷിക്കും, അവിടെ നിന്ന് വിടുവിച്ച് കാക്കും എന്നുള്ളത് വായിക്കും.
എന്നാൽ നോക്കുക, ഇവർക്ക് വെള്ളനിലയെങ്കി കൊടുത്തു, കയ്യിൽ കുരുത്തോല പിടിച്ചിരിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അവർ വെള്ളനിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വെള്ളനിലയെങ്കി അത് വിശുദ്ധിയുടെ എംബ്ലമാണ്. കുരുത്തോല വിജയത്തിന്റെ എംബ്ലമാണ്. നോക്കുക, വിശുദ്ധിയുടെയും വിജയത്തിന്റെയും. അവർ വാസ്തവത്തിൽ ഇവിടെ പാടുന്ന പാട്ട് രക്ഷയുടെ വലിയ ഘോഷമാണ് അവർ നടത്തുന്നത്. 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രക്ഷ എന്നുള്ളത് സിംഹാസനിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ദാനമെന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. വലിയ ശബ്ദത്തോടുകൂടി അവര് ആർത്തുകൊണ്ടിരുന്നു. ആ 10-ാം വാക്യം, റോബർട്ട് ഇ കോൾമാൻ എന്ന് പറയുന്ന ദൈവദാസൻ ആ ഒരു വാക്യത്തെ എക്സ്പാൻഡ് ചെയ്ത് പാരഫ്രൈസ് ചെയ്തത് ഞാൻ രേഖപ്പെടുത്തി വെച്ചു. കാരണം അതെന്റെ മനസ്സിനെ വളരെ സ്പർശിച്ചൊരു ഭാഗമാണ്. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തി ആ ചെറിയ വാക്യം, സാൽവേഷൻ ടു അവർ ഗോഡ് ഹു സിറ്റ്സ് ഓൺ ദ ത്രോൺ ആൻഡ് ടു ദ ലാം. അത്യുച്ചത്തിൽ അവർ പാടുന്ന പാട്ടാണ്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ദാനമെന്നുള്ള ആ ഒരു ചെറിയ വാക്ക് പാരഫ്രൈസ് ചെയ്ത് റോബർട്ട് ഇ കോൾമാൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ രേഖപ്പെടുത്തി, ദൗ ആർ ഗോഡ് സിറ്റിംഗ് ഇൻ മജസ്റ്റി ആൻഡ് പവർ അപ്പോൺ ദൈ ത്രോൺ ടുഗദർ വിത്ത് ദ ലാം ഹു ഡൈഡ് ഇൻ അവർ പ്ലേസ് ആർ ദ കോസ് ആൻഡ് ദ മീൻസ് ഓഫ് അവർ സാൽവേഷൻ. Without thy effectual calling and care and the blood of thy Son, who could not have triumphed over evil or entered into thy presence, adorned in holiness, it is all thy doing, and to thee belongs all the glory. ആ വാക്യം ഇങ്ങനെ നമുക്ക് പറയാം, സിംഹാസനിരിക്കുന്ന സർവശക്തനും ആ സിംഹാസനത്തിന് യോഗ്യനായ കുഞ്ഞാടിനും സകല മഹത്വം. രക്ഷ എന്നുള്ളത് അവന്റെ വലിയ പ്രവൃത്തി, അവന്റെ രക്തത്താൽ സാധിപ്പിച്ചു തന്നു. അവൻ നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ വിജയം നമുക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഈ ദുഷ്ടതയിൽ നിന്ന്, ഈ ഭയങ്കരമായ ഈ ഭയങ്കരതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധ്യമല്ലായിരുന്നു. അവൻ നമ്മളെ വിശുദ്ധി കൊണ്ട് അലങ്കരിച്ചു. എല്ലാം നിന്റെ പ്രവൃത്തി, സകല മഹത്വം നിനക്ക് എന്ന് അവർ അത്യുച്ചത്തിൽ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് പുകഴുവാനൊന്നുമില്ല. എല്ലാം നിന്റെ ദാനം, രക്ഷ നിന്റെ ദാനമാണ്. ഞങ്ങൾ ഈ വിധത്തിൽ വിജയിച്ചിരിക്കുന്നത് നിന്റെ ദാനമാണ്. നീ ഞങ്ങളെ ആ വിധത്തിൽ ആക്കി തീർത്തു. 14-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ വെള്ളനിലയെങ്കി ധരിച്ചിരിക്കുകയാണ്. എന്നാൽ 14-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ വായിക്കുന്നു, കുഞ്ഞാടിന്റെ രക്തത്തെ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പാപക്കറ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴി വെടിപ്പിച്ചു. തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യ പാപത്തെ വാസ്തവത്തിൽ കഴുകിക്കളയുവാൻ യേശുക്രിസ്തുവിന്റെ രക്തം മതിയായതാണ്. അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് ശുഭ്രമായ അങ്കി ധരിച്ചിരിക്കുന്നതിന്റെ കാരണം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തത്തെ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പാപം മൂലം കറപരണ്ട തുണി കൊണ്ടുള്ള മനുഷ്യന് ദൈവസന്നിധിയിൽ, വിശുദ്ധനായ ദൈവസന്നിധിയിൽ നിൽപ്പാൻ സാധ്യമല്ല. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, അവന്റെ രക്തം കൊണ്ട് നമ്മളെ കഴുകി വെടിപ്പാക്കി, അവന് സകല മഹത്വം. പഴയ നിയമത്തിൽ ഇതിന് മനോഹരമായ ദൃഷ്ടാന്തമുണ്ട്. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ, സീനായ് പർവ്വതത്തിൽ ദൈവത്തെ കാണുവാൻ തന്റെ ജനത്തെ ഒരുക്കി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ വസ്ത്രമലക്കി ശുദ്ധീകരിപ്പി. വസ്ത്രമലക്കുക, അവരുടെ അഴുക്കും എല്ലാം പിടിച്ച വസ്ത്രങ്ങളെ അലക്കി വെടിപ്പിച്ച് ദൈവത്തെ കണ്ടുമുട്ടുവാൻ അവർ കടന്നു വന്നു. അത് ബാഹ്യമായ ഒരു ശുദ്ധീകരണമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആന്തരികമായ ശുദ്ധിയുടെ ഒരു നിഴൽ മാത്രമാണ് അവരന്ന് വസ്ത്രം കഴുകി വെടിപ്പാക്കി ആ സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ വന്നത് എന്നുള്ളത് ഓർക്കുക. ദൈവം അതിവിശുദ്ധനാണ്, ദൈവം നിർമ്മലനാണ്. കൊരിന്ത്യയിലുള്ളവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം നമുക്ക് വളരെ സന്തോഷജനകമായ ഒരു 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിലെ പാപത്തിന്റെ ഭയങ്കരമായ പാപം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ആ പാപത്തിന്റെ നീണ്ട പട്ടിക പറഞ്ഞിട്ട് പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളിൽ ചിലരും ആ വകക്കാരായിരുന്നു. എങ്കിലും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചു, കർത്താവിനാൽ കഴുകൽ ലഭിച്ചു. മനുഷ്യന്റെ സകല നീതിപ്രവൃത്തികളും, യെശയ്യാവ് 64:6 വായിക്കുന്നു, മനുഷ്യന്റെ സകല നീതിപ്രവൃത്തികളും കറപരണ്ട തുണിയാണ് പോലെയാണ്. അലക്കും തോറും അഴുക്ക് വീണ്ടും വീണ്ടും കാണുകയാണ്. എന്നാൽ യെശയ്യാവ് 1:18 വായിക്കുന്ന ദൈവം പറയുന്നു, വരിക, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപം എത്ര കഠിനമായിരുന്നാലും കടിഞ്ഞുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം എന്ന് പറയുന്നു. അതിനെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഏക വസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ രക്തമാണ്. നോക്കുക, ഈ പീഡന കാലഘട്ടത്തിലും അവർ രക്ഷപ്പെട്ടു വന്നത് കുഞ്ഞാടിന്റെ ചോരയിൽ,
തങ്ങളുടെ അങ്കി കഴുകി അവർ തങ്ങളെ തന്നെ വെടിപ്പാക്കിയതാണ്. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എബ്രായർ 9:14 നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. നോക്കുക, മനുഷ്യന്റെ ഭാഗത്തില് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നു. അതോർത്ത് അവനെ നമുക്ക് സ്തുതിക്കാം. അവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്നു അല്ലെങ്കിൽ സേവിക്കുന്നു എന്ന് 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ സെർവ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ്. ആരാധിക്കുന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ദ സെർവ് ഗോഡ്. 1 ദിനവൃത്താന്തം 9:33 ലേവി ഗോത്രത്തെ കുറിച്ച് പറയുമ്പോൾ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നുകൊണ്ട് എന്ന് വായിക്കുന്നു. രാവും പകലും ആ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ അവർ രാവും പകലും കൂറുകളായി വേർതിരിഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിച്ചു. എന്നാൽ അന്ന് നമുക്ക് ക്ഷീണമില്ല, നമുക്ക് യാതൊരു ക്ഷീണവുമില്ലാത്തന്ന് രാപ്പകൽ വി വിൽ സെർവ് ഗോഡ്, ഡേ ആൻഡ് നൈറ്റ് വി വിൽ സെർവ് ഗോഡ്. ദൈവത്തെ നമ്മൾ സേവിക്കും എന്നുള്ളത് ഒരു ഇടതടവില്ലാതെ ദൈവത്തെ സേവിപ്പാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. എന്നാൽ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തില് സിംഹാസനിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. കാരണം എന്താ? ഈ മഹാപീഡനത്തിലൂടെ കടന്നു വന്നവരെ ദാഹിച്ചു, വിശന്നു. അന്തിക്രിസ്തുവിന്റെ മുദ്രയുള്ളവർക്ക് വിൽക്കാനും വാങ്ങാനും സാധിക്കുള്ളൂ. അവർ പട്ടിണി കിടന്നു, അവന് മുദ്ര ഏൽക്കാതെ അവർ വളരെ കഷ്ടപ്പെട്ടു. എന്നാൽ അവരങ്ങനെ കുഞ്ഞാടിന്റെ ആ ചോരയിൽ കഴുകി വെടിപ്പാക്കുമെന്ന് പറയും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് മാത്രമല്ല, പീഡന കാലഘട്ടത്തിൽ അവർ സഹിച്ചു നിന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇവിടെ അവിടെ സത്യത്തിൽ വായിക്കുന്നുണ്ട്, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യം. അവർ വിശ്വസിച്ചു, അവർ സഹിച്ചു. പീഡന കാലഘട്ടത്തിൽ സഹിച്ചു നിൽക്കുകയാണ്. അവർ വിശപ്പ് ഉള്ളവരായി, ദാഹിക്കുന്നവരായി, പീഡ അനുഭവിക്കുന്നവരായി അന്നവർ കഷ്ടപ്പെട്ടു. കർത്താവ് പറയുകയാണ്, ഇനി അങ്ങനെ സംഭവിക്കില്ലെന്ന് മാത്രമല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. വില്യം ബാർക്ലി ഭാഷാന്തരം ചെയ്തു, ഹി ഹു സിറ്റ്സ് അപ്പോൺ ദ ത്രോൺ വിൽ സ്പ്രെഡ് ദ കവറിംഗ് ഓഫ് ഹിസ് ഗ്ലോറി ഓവർ ദം. ലിയോൺ മോറിസ് ഇങ്ങനെ രേഖപ്പെടുത്തി, ഹി വിൽ മേക്ക് ഹിസ് ഷെഖന്ന ടു ഡ്വെൽ വിത്ത് ദം. ആംപ്ലിഫൈഡ് വേർഷൻ, ഹി ഹു സിറ്റ്സ് അപ്പോൺ ദ ത്രോൺ ഷാൽ ഡ്വെൽ അമംഗ് ദം. ഷെഖന്ന കൊണ്ട് അവരെ മൂടും, അവന്റെ തേജസ് കൊണ്ട് അവരെ മൂടും, അവന്റെ സാന്നിധ്യം കൊണ്ട് അവരെ അലങ്കരിക്കും. അവൻ അവർക്ക് കൂടാരമായിരിക്കും, അവരെ കവർ ചെയ്യും. ഇനി അവർക്ക് വിശക്കില്ല, ഇനി അവർക്ക് ദാഹിക്കില്ല. തിരുവചനത്തിൽ വാക്ക് പറഞ്ഞതുപോലെ, എന്റെ നിവാസം അവരോടുകൂടെ ഇരിക്കും. ദൈവം അവരോടുകൂടെ ഇരിക്കുന്ന മനോഹരമായ ഒരവസ്ഥ ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്നാൽ അവിടെ അതിന്റെ 16-ാം വാക്യത്തില് ചൂടും അവരുടെ മേൽ തട്ടുകയില്ല, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം തന്നെ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. കുഞ്ഞാടൊരു ഷെപ്പേർഡായിരിക്കും. എങ്ങോട്ട് നടത്തും? ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തും. ഇവിടെ അവർ ദാഹിച്ചു. എന്നാൽ സങ്കീർത്തനം 36:8-9 വാക്യം, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിച്ചിരിക്കും. നിന്റെ പക്കൽ ജീവന്റെ ഉറവുകളുണ്ടല്ലോ. ദൈവം അവരെ സന്തോഷകരമായ ജീവജല നദിയിലേക്ക് അവരെ നടത്തും. അവരെ നടത്തുക മാത്രമല്ല, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സകല കണ്ണുനീരും തുടച്ചു കളയും. എന്നേക്കും അത് തുടച്ചു മാറ്റും. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. 11-12 വാക്യം വായിക്കുമ്പോൾ, സകല ദൂതന്മാരും സിംഹാസനത്തിലും മൂപ്പന്മാരും 4 ജീവികൾക്കും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവണ വീണു. ആമീൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതി, മഹത്വം, ജ്ഞാനം, സ്തോത്രം, ബഹുമാനം, ശക്തി, ബലം, ആമീൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. സകല ദൂതന്മാരും എണ്ണമറിയുവാൻ സാധ്യമല്ല, എണ്ണിക്കൂടാത്ത പുരുഷാരം, വലിയൊരു സമൂഹം. സ്വർഗത്തിൽ ദൈവസിംഹാസന ചുറ്റിലും 4 ജീവികൾ, അതിനു ചുറ്റും 24 മൂപ്പന്മാർ, പുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ചു നിൽക്കുന്നു, അതിനു ചുറ്റും എല്ലാ ദൂതന്മാരും. എത്ര വലിയൊരു സമൂഹമാണ്! അവരൊന്നിച്ച് അവനെ മഹത്വപ്പെടുത്തുകയാണ്, അവന്റെ മുന്നിൽ വീഴുകയാണ്. ഈ പ്രപഞ്ചങ്ങളുടെ വെച്ച് ഏറ്റവും വലിയ ആരാധന അവിടെ നടക്കും. നമ്മുടെ ദൈവം എന്ന് ഘോഷിച്ചുകൊണ്ട് അവന് സകല മഹത്വം കൊടുക്കുമ്പോൾ, ഇവിടെ പറഞ്ഞിരിക്കുന്ന 7-fold ഡോക്സോളജി, ദൈവമഹത്വം അവർ പ്രസ്താവിക്കുന്നു. ബ്ലെസ്സിങ്, ഗ്ലോറി, വിസ്ഡം, ഹോണർ, പവർ, മൈറ്റ് എല്ലാം അവന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീണ് നമസ്കരിക്കുമ്പോൾ, 7 കൂട്ടം കാര്യങ്ങളും വാസ്തവത്തിൽ ദൈവമഹത്വത്തിന്റെ ഓരോ പ്രകടനം അവർ ഓർത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കും. എന്നാൽ ഈ ഭൂമിയിലിരിക്കുമ്പോൾ ഇന്നവനെ നമസ്കരിപ്പാനും ഇന്നവനെ ആരാധിപ്പാനും നമുക്ക് കഴിയണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നാമും അവനെ ആരാധിക്കും. വലിയ പുരുഷാരം അവനെ ആരാധിക്കും, ദൂതന്മാർ അവനെ ആരാധിക്കും, പീഡനകാലത്തിൽ രക്ഷപ്പെട്ടു വന്നവരെ ആരാധിക്കും, സറാഫുകളും ജീവികളും അവനെ ആരാധിക്കും. കുഞ്ഞാടതിന്റെ മധ്യേ ഉണ്ടായിരിക്കും. എല്ലാ മഹത്വത്തിനും അവൻ തന്നെ യോഗ്യൻ, അവൻ തന്നെ യോഗ്യൻ. അവൻ സകലത്തിലും ആധാരമാണ്. എല്ലാ മഹത്വം അവന് കൊടുക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകും.